പ്രാഞ്ചിയേട്ടൻ പ്രാഞ്ചിയേട്ടൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ സ്വല്പം ദുഃഖത്തിലാണ്. എന്താണ് കാരണം? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം ഫ്രാൻസിസ്. ഞാനിപ്പോൾ ഇവിടെ ഫേസ്ബുക്കിൽ ലൈവിലോട്ട് വന്നിരിക്കുന്നത് വളരെ വേദനയോട് കൂടിയാണ്, വളരെ വിഷമത്തോടു കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അതിൻ്റെ പോസ്റ്റ്, വീഡിയോകൾ, ഫോട്ടോകൾ എല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പോസ്റ്റ് ചെയ്തായിരുന്നു. ഒറ്റ ഒരുത്തം പോലും 5000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉള്ള എനിക്ക് കിട്ടിയത് വെറും 5 ലൈക്കാണ്, 3 കമൻറ്റും. വളരെ മോശമായി പോയി ഗൈസ്. ഞാനത് എങ്ങനെ സഹിക്കും? ആർഭാടങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തവണത്തെ ഭാര്യയുടെ ജന്മദിനം ആഘോഷിച്ചത്. Happy birthday to you. Happy birthday to you. Happy birthday dear Ammi. ഹലോ ഗൈസ്, കേക്ക് കഴിക്കുകയാണ്. ഇത് മാംഗോ ഹൽവയോ കേക്കാണോ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. മാംഗോ ഹൽവയാണ് ഇപ്രാവശ്യം കേക്കിന് ഓരമായിട്ട് ഹോം മെയ്ഡ് മാംഗോ ഹൽവ എല്ലാവരും കൂടി ഉണ്ടാക്കി കേക്കിന് ഓരമായിട്ട് മാംഗോ ഹൽവ മുറിച്ചതാണ് ഇപ്പോൾ കണ്ടത്. ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ മറന്നുപോയി ഗൈസ്. പക്ഷേ മാംഗോ ഹൽവയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ചെറുതായിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിച്ചു. ഒട്ടും കുറച്ചില്ല, അങ്ങോട്ട് കഴിക്കാനേ കാശ് കൊടുക്കണേലേ. ലൈവിൽ വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തായി ജോളി വന്നിട്ടുണ്ട്. ജോളി ചോദിക്കുന്നു, നീ എവിടത്തെ പ്രാഞ്ചി? എടാ പ്രാഞ്ചി, നീ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ സിനിമയിൽ അഭിനയിക്കാണ്ടാണോ? എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരെണ്ണം കണ്ടുപോക്ക്. നമ്മുടെ കഷായം ഗ്രീഷ്മ, നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് കഷായം ഗ്രീഷ്മ. ഗ്രീഷ്മ ചോദിച്ചിരിക്കുന്നു, സിനിമയിൽ ഏത് ഊളയ്ക്കും അഭിനയിക്കുക, നീ മോഡലിംഗ് ചെയ്തിട്ടുണ്ടോ? പിന്നെ മോഡലിംഗ് ചെയ്യാനാണോ? നീ കണ്ടു നോക്ക് ഗ്രീഷ്മേ. ലൈവില് അടുത്തതായി വന്നിരിക്കുന്നത് സിനിമാ നടി ഉർവശിയോ? ഉർവശി എൻ്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നോ? ഉർവശി ചോദിച്ചിരിക്കുന്നു, മോഡലിങ്ങും സിനിമയിലൊക്കെ ആർക്കും വേണമെങ്കിലും അഭിനയിക്കാം, താങ്കൾ സാഹസികനാണോ? പിന്നെ സാഹസികനല്ലയോന്നോ? കണ്ടുനോക്ക്. ഫേസ്ബുക്ക് ലൈവില് നമ്മുടെ
നമ്മുടെ അപ്പൻ അപ്പാ ഹായ് എന്നാണ്ട് എന്നത് ചുമ്മാ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കാണ്ട് പണിക്ക് പോടാ താറിയുന്നോ. ഓക്കെ അപ്പം പറഞ്ഞ പോലെ പണിക്ക് പോവുക. അല്ലാതെ ഈ ഫേസ്ബുക്കും വാട്സാപ്പും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിരുന്നുണ്ടെങ്കിൽ അരി മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു ഡാഡി, ബൈ. അതെ, എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാമെന്ന് നമ്മുടെ പ്രാഞ്ചിയേട്ടന് മനസ്സിലായി എന്ന് തോന്നുന്നു. പണിക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളും പണിക്ക് പോവുക, കുടുംബം നോക്കുക, നന്നായി ജീവിക്കുക. താങ്ക് യു ഗൈസ്. നന്ദി, നമസ്കാരം. താങ്ക് യു.